ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലിലാണ്. ലൈക്ക് നമ്മൾ അവിടുന്ന് വരുമ്പോഴേ തൊട്ട് ചെറിയ ഒരു പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഒരു 5-6 ദിവസം കഴിയുമ്പോൾ ലൈക്ക് നല്ല പനിയായി. നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയതാണ്. പക്ഷെ ആള് നല്ല സിക്കായിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു, ഇൻഫെക്ഷൻ ഉണ്ടായിട്ട്. നാട്ടിൽ ആദ്യമായിട്ട് വന്നപ്പോൾ ഒരു ഇതാണെന്നാണ് നമ്മളും വിചാരിക്കുന്നത്. അതൊന്നുമല്ല ഞാൻ ആക്ച്വലി പറയാൻ വന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 days നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നു. ഉമ്മ നമ്മൾ കൂടെ നിൽക്കുന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ ഉമ്മാക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല, കാരണം 15 days കഴിഞ്ഞാൽ കല്യാണമാണ്. അപ്പോൾ ഒരുപാട് കല്യാണം വിളിക്കാനും വീട്ടിലത്തെ അറേഞ്ച്മെന്റ്സും വസീമും അബ്ബ എത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഉമ്മയാണ് മാനേജ് ചെയ്യുന്നത്. ഒരു 1 day ആണ് ഉമ്മ സ്റ്റേ ചെയ്തത്. ആ ഒരു ടൈമിൽ ഞാനത് എങ്ങനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ഭയങ്കര വേറീഡ് ആയിരുന്നു. പെട്ടെന്ന് സനുവിന്റെ കസിന് പറഞ്ഞു, ഞാൻ നിൽക്കാം, എന്തിനാ അശ്രീതി വേറീഡ് ആവണത്. ഇവൻ അവളുടെ കോളേജ് ലീവ് എടുത്തിട്ട് എന്റെ കൂടെ ഒരു 5 days അവിടെ നിന്ന്. ചില ആൾക്കാർ നമ്മൾ വിചാരിക്കും അവരൊന്നും ഇങ്ങനെ നമുക്ക് വേണ്ടി ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ വരെ നമുക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ. അത് എനിക്ക് മനസ്സിലാക്കി തന്നൊരു സമയമായിരുന്നു അത്. കാരണം എന്റെ വളരെ ലോവസ്റ്റ് ആയിട്ട് ഞാൻ നിൽക്കുന്ന ഒരു ടൈമായിരുന്നു അത്. എന്റെ കൂടെ എൻ്റെ ഒരു സിസ്റ്ററിനെ പോലെ അവൾ അത് ഹാൻഡിൽ ചെയ്ത് എനിക്ക് അതിൽ ഭയങ്കര പ്രൗഡാണ്. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള കുറച്ച് ആൾക്കാർ നമ്മളെ ലൈഫിൽ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും, എല്ലാവരുടെ ലൈഫിലും. പക്ഷെ നമ്മളത് റിയലൈസ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. വൺസ് നിങ്ങളത് റിയലൈസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും ലീവ് ചെയ്യരുത്, കാരണം അവരൊരു ജെമ്മാണ്. ഇത് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം ഒന്നുമല്ല, എനിക്ക് ഇതേപോലത്തെ ഒരുപാട് പേര് എൻ്റെ ലൈഫിലുണ്ട്. അങ്ങനെ ഓരോരുത്തർ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല് അവരൊക്കെ ഇപ്പൊ യാത്ര ഉള്ള ഒരു എന്താ പറയാ ഡയമണ്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കേടാ, ബൈഡാ, സീടാ.